പോക്ക് അത്ര ശരിയല്ലല്ലോ. എന്താ ശങ്കരേട്ട ഇത്? ദൈവത്തിന് നിരക്കാത്തത് പറയാതെ ആ പാവം അത് കഴിച്ചോട്ടെ. ഞാനൊന്നും പറയണില്ലേ, കഴിക്കട്ടെ. അത് കഴിഞ്ഞ് ഉറങ്ങാനൊരു പായും തലവണയും കൂടി കൊടുക്കാലോ. 24 മണിക്കൂറിന് ശങ്കരേട്ടൻ ഇതേ പറയാനുള്ളൂ. ശങ്കരേട്ടൻ എവിടെയില്ല, ഇവിടെ അടുത്ത് വരാം. എങ്ങോട്ടായാലും എനിക്കണ്ട. ശങ്കരേട്ടാ ഇപ്പൊ വരാം. ഹലോ, എന്താണ്? അത് പിന്നെ പണ്ടേയുള്ള സ്വഭാവമല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, മനസ്സിലായി. നേരിൽ കാണാം. ഓക്കെ. എന്നാലും എന്റെ ശങ്കരേട്ട, എന്തിനാ എന്നോട് ഈ കടുങ്കൈ ചെയ്തത്? എവിടെയോ കിടന്ന് ജോലി ചെയ്യുന്ന ഇവനെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ബുദ്ധിമുട്ടിച്ചത്? എനിക്കൊരു മോളില്ല, അതുകൊണ്ട് ഒരു സാധു പെൺകുട്ടിയെ ഞാനൊന്ന് സഹായിച്ചു. അത് ഇത്ര വലിയ അപരാധമാണോ? വിശപ്പിന്റെ വില അറിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. വിളമ്പുന്നവന്റെ മനസ്സും ഉണ്ണുന്നവന്റെ വയറും ഒപ്പം നിറയും. ശങ്കരേട്ട, ആ പെട്ടി കാറിലേക്ക് വെച്ചോളൂ. ചേച്ചി ഇത് എന്ത് കണ്ടിട്ടാ? ചേച്ചിയുടെ പഴയ കാലമൊന്നും അല്ലത്. ഇങ്ങനെ വഴിയെ പോണവരെ വിളിച്ചു കയറ്റി സദ്യ കൊടുത്താലേ അവരകത്തും ചേച്ചി പുറത്തു ആവും. മുരളി, നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു ചേച്ചിയെ പോലെ. ഒരു സാധുവിന് ഓട്ടോറിക്ഷ വാങ്ങാൻ അവൻ ജാമ്യം നിന്നു. ഒടുവിൽ മൊത്തം പണം അവന്റെ തലയിലായി. അവൻ എന്ത് തെറ്റാ ചെയ്തത്? എന്ത് ചെയ്യുമ്പോഴും 3 വട്ടം ആലോചിക്കണം. എന്നാലും മുരളി, ഒരെന്നാലും ഇല്ല. തൽക്കാലം ചേച്ചി വന്ന് വണ്ടി കയറി. ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. കാലം കുറെ ആയില്ലേ ഞാൻ ചേച്ചിയെ വിളിക്കാൻ തുടങ്ങിയിട്ട്. മോൻ ലീവിന് വരുന്നവരെ എന്റെ അടുത്ത് താമസിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ശങ്കരേട്ടൻ ധാരാളം. ചെവി കേക്കില്ല, കണ്ണും കാണില്ല. കരയില്ലേടാ, കരയില്ലേ? നീ ആ കുഞ്ഞിന് കുറച്ച് പാല് കൊടുക്ക്. അത് അലർന്ന് കേക്കുന്നില്ലേ? എന്റെ ഈശ്വരാ, ഇതിനെ ഞാൻ എങ്ങനെയൊന്ന് മനസ്സിലാക്കി കൊടുക്ക. അങ്ങനെ വായിലോട്ട് വെച്ചു കൊടുക്ക്.
സുശീലേ, എന്താ മമ്മക്ക? ഏതായാലും നന്നായി സുശീലേ. ഒടുക്ക ആ പുണ്യം നീ തന്നെ ചെയ്തല്ലോ. നന്നായി. പേഴ്പ്പിക്കാൻ എത്ര പേരായിരുന്നു. ഹോ, മത്സരമല്ലായിരുന്നു. കഷ്ടകാലം വന്ന ഒരാളും ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ സംസാരം എന്താന്നോ, കുട്ടിക്ക് ആരുടെ മുഖച്ചായ എന്നാ അത് മേടിച്ച ആരും ഇപ്പൊ അങ്ങാടിയിലേക്ക് വരാത്ത. വീരപരാക്രമികളൊക്കെ അങ്ങ് മടയിൽ പോയി ഒളിച്ചില്ലേ? നന്നായി. കുഞ്ഞുങ്ങളുടെ ഉടുപ്പും കുറച്ച് കളിപ്പാട്ടങ്ങളാ. ഫസ്റ്റ് ദയും കണ്ണീരുള്ള ഇപ്പോഴും നാട്ടിലുണ്ട് എന്നർത്ഥം. ഈ ചെക്കൻ കലക്കിയല്ല. വാങ്ങിച്ച മോളെ, ഓൻ അധ്വാനിച്ചുണ്ടാക്കിയ കായ ഞാൻ കൊടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്താ. ഓൻ ആൺകുട്ടിയാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, എന്തെങ്കിലും സഹായത്തിന് ഓൻ ഉണ്ടാവും. രണ്ടാളും കൂടി വിടുന്നാലേ പീടിയയിലെ കാര്യം കടാവും. മമ്മക്ക, എന്താ ചെയ്യാ? ഈ പൊട്ടിപ്പെണ്ണിനെയും ഈ ചോരക്കുഞ്ഞിനെയും ഒറ്റയ്ക്ക് വിടിട്ടാ മതിയോ? ഒന്ന് കരഞ്ഞാ പോലും ഇവള് കേക്കത്തില്ല. ഈ ഓലമറയുടെ ഉള്ളിൽ കൂടെ വല്ല പട്ടിയോ കുറുക്കനോ ആ കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോയാലോ? എന്റെ റബ്ബേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, എനിക്കിതൊന്നും പരിചയമില്ല. ആരെങ്കിലും ഒരാളുടെ തുണയില്ലാതെ. അതിപ്പം എന്താ പറയണ്ടതെന്ന് അറിയില്ല. ആരും ഇല്ലാത്തവർക്ക് പഠിച്ചോൻ തുണയെന്നാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് കണ്ടില്ലേ? രാത്രിയല്ലേ, ഓ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആയിക്കോട്ടെ. ഞാൻ ഇറങ്ങട്ടെ. ശരി.